നമസ്കാരം. എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറാണ്ട സ്കൈ റെയിലിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കുറാണ്ട വില്ലേജ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടി പോവാന്ന്. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല മനോഹരമായ റെയിൻ ഫോറസ്റ്റിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ആ റെയിൻ ഫോറസ്റ്റിനകത്ത് തന്നെയുള്ള ഈ ചെറിയ ഗ്രാമത്തിലോട്ടൊന്ന് പോയി അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മൾ വില്ലേജിലോട്ട് കയറുന്ന ആ വഴി, മെയിനായിട്ടുള്ള റോഡ്. അധികം വാഹനങ്ങളൊന്നുമില്ല, നമുക്ക് സേഫായിട്ട് തന്നെ നടന്ന് അവിടം വരെ എത്താം. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ അവിടുത്തെ ഒരു 2-3 ലോക്കൽ കഫേയും റെസ്റ്റോറൻറ്റും ഒക്കെ കാണാം. അതും കടന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ട് ഓസ്ട്രേലിയൻ ആർട്ടിൻ്റെ ഒരു നല്ലൊരു ഷോറൂമുണ്ട്. നല്ല മനോഹരമായ ഒരുപാട് ആർട്ട് വർക്കുകളും അതുപോലെ തന്നെ ഓപ്പൽ രത്നത്തിൽ തീർത്ത ഒരുപാട് ജ്വല്ലറികളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളുടെയൊക്കെ എടുക്കാൻ മാത്രമേ സമ്മതിക്കത്തുള്ളൂ. പക്ഷേ ആ കസ്റ്റമർ സർവീസിലിരുന്ന നല്ലൊരു അമ്മച്ചിയായിരുന്നു. അവർ ജൊഹാനും കൊടുത്ത ഗിഫ്റ്റായി ഈ കല്ല്. ഇത് അവരുടെ ഓപ്പൽ രത്നം കുഴിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെയായിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ പതിയെ ആ വില്ലേജിൻ്റെ സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ്. നമ്മൾ ഈ മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ കടകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഓസ്ട്രേലിയൻ അബോറിജിനൽ ആർട്ട് വർക്കുകളുള്ള കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ക്യാൻഡി ഷോപ്പ് കണ്ടു. കുറാണ്ട ക്യാൻഡി എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഈ ഉണ്ടാക്കിയ മിഠായിയുടെ ഈ കൂട്ട് അത് അച്ചിലോട്ട് നിരത്തി അത് അതിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കുന്നത് നമുക്ക് അവരവിടെ കാണിച്ചു തരും. ഇത്രയൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ മേടിക്കാതെ വിടത്തില്ലല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ക്യാൻറ്റീൻ മേടിച്ചു. ഇവിടുത്തെ ഡെയിൻട്രിയുടെ സ്പെഷ്യൽ ഒരു ടീയും ഉണ്ട്, അത് മേടിച്ചു. ഞങ്ങൾ മിക്സഡ് ഫ്രൂട്ടിൻ്റെയും പിന്നെ സുനിത ബട്ടർ സ്കോച്ചും മക്കാഡമിയും കൂടെ ഉള്ള ഒരു ക്യാൻഡിയാണ് മേടിച്ചത്. ഇത് ഓസ്ട്രേലിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചായയാണ് ഈ ഡെയിൻട്രി ടീ എന്ന് പറയുന്നത്. ഡെയിൻട്രി വഴി പോയ സമയത്ത് ഞങ്ങൾ ഈ തേയിലത്തോട്ടം കണ്ടായിരുന്നു. അവിടുന്ന് കുറച്ചിങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കും മുതലത്തോലുകൊണ്ട് ഉണ്ടാക്കിയ തൊപ്പി ബാഗുകളൊക്കെ വിൽക്കുന്ന വേറൊരു കടയുണ്ട്. ഇനിയും മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആർട്ട് വർക്കുകൾ പിന്നെയും ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്ന കാണാം. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ഓപ്പൽ രത്നം പതിച്ച ജ്വല്ലറികളുടെ ഒരു വലിയ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഈ അബോറിജിനൽ പ്രിൻ്റൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന കടകളും ഉണ്ട് അതിൻ്റെ കൂടെ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇതേ ഈ മാർക്കറ്റിൻ്റെ അവസാനം എൻഡിലെത്തി. ഇപ്പോൾ സമയം ഉച്ചയായി, 12:30 ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളിവിടെ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ വില്ലേജ് ടൂറൊക്കെ കഴിഞ്ഞ് പതിയെ ലഞ്ച് കഴിക്കാനായിട്ട് വന്നതാണ്. ഞാനൊരു കലമാരി ചിപ്സാണ് മേടിച്ചേക്കുന്നത്. ഇവിടുത്തെ നല്ലൊരു സീ ഫുഡ് ഏരിയ ആയതുകൊണ്ട് അത് ഞാൻ കഴിച്ചു. അതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. ചിപ്സൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ടിൻസണ സ്റ്റീക്ക് മീലും ഞാനും സുനിതയും ഓരോ കലമാരി ചിപ്സുമാണ് മേടിച്ചത്. പിന്നെ എല്ലാവർക്കും ഓരോ ചായ ലാറ്റയും. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ പതുക്കെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. എങ്ങനെയുണ്ടോ ഫുഡ്? സൂപ്പറാ, കൊള്ളാം. എങ്ങനെയുണ്ട് ജോഹാനെ ഫുഡ്? നല്ലതാണോ? സൂപ്പർ. You like it? ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാംഗോ വൈനിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് മാംഗോ വൈൻ എന്ന് കാണുന്നത്.
എന്തായാലും അവിടുത്തെ ആ സെയിൽസിന് നിന്നിരുന്ന അമ്മച്ചി ഒരു നല്ല സ്ത്രീയായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് എല്ലാം പറഞ്ഞു തന്നു. അവർ പല കാറ്റഗറിയിലുള്ള പല ടേസ്റ്റിലുള്ള വൈനുകൾ വിൽക്കുന്നുണ്ട്. അതിൻ്റെ മധുരം കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, സ്പാർക്ക്ലി ഉണ്ട്, അല്ലാത്തതുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ അളവ് ഏറ്റവും കൂടി നിൽക്കുന്നതുണ്ട്, ഏറ്റവും കുറഞ്ഞതുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള വൈനുകൾ അവർ വിൽക്കുന്നുണ്ട്. അവരതെല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ടിൻസൺ ആണെങ്കിൽ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് എല്ലാ വൈനും രുചിച്ച് നോക്കി അവസാനം ഏറ്റവും ഇഷ്ടപ്പെട്ട 2 അങ്ങ് തിരഞ്ഞെടുത്തു. ഒരെണ്ണം ഞങ്ങൾ സ്പാർക്ക്ലിംഗ് വൈനാണ് എടുത്തത്. രണ്ടാമത്തേത് അവരുടെ കുറച്ചൊരു വില കൂടിയ മാംഗോ ജെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിലും കൂടെ ഇങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അധിക നേരമൊന്നും അവിടെ നിന്നില്ല. ഞങ്ങൾ പിന്നെ സ്കൈ റെയിലിൽ തന്നെ കയറി തിരിച്ചിങ്ങ് പോന്നു. ഞങ്ങൾ സ്കൈ റെയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും സമയം അധികമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവിലുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകാനായിട്ട് തീരുമാനിച്ചു. ഇതാണ് ജോസഫൈൻ ഫോൾസ്. നല്ല സുന്ദരം വെള്ളച്ചാട്ടമാണെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കേട്ടതൊന്നും അതിശയോക്തിയല്ലെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി. തട്ടായിട്ടുള്ള ഈ പാറക്കെട്ടിക്കൂടെ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും ഇതുപോലെ അതിൻ്റെ ശക്തിയും ആഴമൊക്കെ അങ്ങ് കുറയും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഈ പാറയിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് അവിടെ നീന്തി നടക്കാൻ ഒരുപാട് ആൾക്കാരവിടെ വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് സന്തോഷമായിട്ട് അവിടെ നിന്നു. തിരിച്ച് വീട്ടിലോട്ട് പോരുന്ന വഴിയിലാണ് ഞങ്ങൾ ഈ അടിപൊളി പാർക്ക് കണ്ടത്. കണ്ണെത്തുന്ന ദൂരത്തൊക്കെയും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന ലോണും അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്ന പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല ശേലായിട്ടുണ്ട് കാണാൻ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവിടെ ചെറിയൊരു വാട്ടർ ഹോളും ഉണ്ട്. പിള്ളേർ 2 പേരും എന്തായാലും അവിടെ അടിച്ച് പൊളിച്ച് ഓടിച്ചാടി എൻജോയ് ചെയ്തു. ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ കിടക്കുന്ന കാരണം നമുക്ക് അവരെ പേടിക്കാതെ വിടുകയും ചെയ്യാം. അങ്ങനെ അവരുടെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പതിയെ വീട്ടിലോട്ട് ഇങ്ങ് തിരിച്ചു പോന്നു. നമ്മളങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ പാക്കപ്പ് ചെയ്ത് വീട്ടിൽ വന്നു. പിള്ളേരുടെ കളി ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. അവർ നല്ല ആക്റ്റീവാണ്, ചാടിത്തുള്ളി കളിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഒരുമാതിരി നന്നായിട്ട് തന്നെ ടയേർഡായി. ഇനിയിപ്പോൾ എന്തായാലും കിടന്നുറങ്ങാൻ പോവാണ് ഫുഡൊക്കെ കഴിച്ച്. നാളെയും കുറച്ച് ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങണം. അപ്പം എന്നായാലും ഞങ്ങൾ പോയി ഉറങ്ങട്ടെ. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താമല്ലേ? നാളത്തെ ഔട്ടിങ്ങിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.